ബിഗ് ബോസ് സീസൺ 7-ലെ ഒരു കണ്ടസ്റ്റൻ്റാണ് ബെന്നി. ബെന്നി ഇപ്പോൾ ലൈഫ് സ്റ്റോറി സെഗ്മെൻറ്റിൽ ബെന്നി തൻ്റെ കുടുംബത്തെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും മനസ്സ് തുറന്നു. 3 വയസ്സായപ്പോൾ അമ്മ നഷ്ടപ്പെട്ടു. ബെന്നിയുടെ കുട്ടിക്കാലം ഒരിക്കൽ പോലും അവൾ ആഗ്രഹിക്കുന്നില്ല. ഹൈദരാബാദിലുള്ള അമ്മയുടെ സഹോദരിയുടെ കൂടെയാണ് താൻ വളർന്നതെന്നും അവർ വളരെ കർക്കശക്കാരിയായതുകൊണ്ട് തനിക്കൊരു കംഫർട്ടും ആയിരുന്നില്ല. 3-ാമത്തെ വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ടു. ബെന്നിയുടെ ബാല്യകാലം അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെട്ടതായിരുന്നു. അച്ഛനും അമ്മയും കൂടെയില്ലാത്തതുകൊണ്ട് ബന്ധുവിൻ്റെ വീട്ടിൽ കഷ്ടതകൾ സഹിച്ചാണ് അവൾ വളർന്നത്. പഠിക്കാൻ മോശമെന്ന് പറഞ്ഞ് വീട്ടുകാർ അവളെ തള്ളിപ്പറഞ്ഞു. അക്ഷരങ്ങൾ പോലും അറിയാത്തതുകൊണ്ട് 1-ാം ക്ലാസ്സിൽ തോറ്റ്. ബന്ധുക്കൾ പിന്നെ അവഗണിച്ചു. പിന്നീട് അമ്മയുടെ വീട്ടിലേക്ക് മാറിയപ്പോൾ അവിടെയും വിവേചനം അനുഭവിച്ചു. 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബെന്നിയെ ഹോസ്റ്റലിലാക്കി. മറ്റെല്ലാ കുട്ടികളുടെയും വീട്ടുകാർ അവരെ കാണാൻ വരുമ്പോൾ തന്നെ മാത്രം കാണാൻ ആരും വരുന്നില്ല. ബെന്നി വേദനയോടെ ഓർക്കുന്നു. കരഞ്ഞുകൊണ്ടായിരുന്നു ആ സെഗ്മെൻറ്റിൽ ബെന്നി ഇത്രയും സംസാരിച്ചത്. വീട്ടുകാരുടെ പിന്തുണയില്ലാതെ പഠിച്ച ഒരു ഡോക്ടറായി താൻ വർക്ക് സ്പെഷ്യലിസ്റ്റ് ആളായി മാറി ബെന്നി പറയുന്നു. എന്നാൽ ആരുമില്ലാത്ത തൻ്റെ ജീവിതത്തിലേക്ക് റൂബിൻ ജോണി കടന്നു വന്നപ്പോഴാണ് അവൾ സ്നേഹമെന്തെന്നറിഞ്ഞ് തനിക്കില്ലായിരുന്ന ഒരു സാധനമാണ് കെയറിങ് എന്ന് റൂബിൻ ജീവിതത്തിലൂടെയാണ് താൻ അത് അനുഭവിച്ചതെന്നും ബെന്നി പറയുന്നു. എന്നാൽ ഡോക്ടറായ ഒരാൾ മകൾ വിവാഹം ചെയ്യണമെന്ന അമ്മയുടെ ആഗ്രഹം കാരണം അവരുടെ ബന്ധത്തെ വീട്ടുകാർ എതിർത്തു. 7 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ബെന്നിയും വീട്ടുകാരും സമ്മതത്തോടെ അവർ വിവാഹിതരായി. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം അനുഗ്രഹവും റൂബിൻ തന്നെയാണെന്ന് ബെന്നി കൂട്ടിച്ചേർക്കുന്നു. ഇപ്പോഴമ്മ പറയാറുണ്ട്, അമ്മയുടെ കാര്യങ്ങളൊന്നും ഞാൻ വിളിച്ച് തിരക്കുന്നില്ല, സുഖമാണോ എന്ന് തിരക്കുന്നില്ല എന്ന്. എനിക്ക് കെയറിങ് അറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുമില്ല, എന്നെ ആരും പഠിപ്പിച്ചിട്ടുമില്ല, ഞാൻ അത് അനുഭവിച്ചിട്ടുമില്ല. പിന്നെ എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെയാണ് അമ്മയുടെ അടുത്ത് ചോദിക്കുന്നത്? എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എൻ്റെ ജീവിതത്തിൽ എന്ന് ബെന്നി കൂട്ടിച്ചേർക്കുന്നു. ഇമോഷണലായിട്ടാണ് ബെന്നി ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.